ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമിൽ എങ്ങോട്ടേലും പോവുക എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇത്തവണ എനിക്ക് വലിയൊരു വെക്കേഷനൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ഷോർട്ട് ട്രിപ്പ് കുറച്ചധികം സെർച്ച് ചെയ്ത് ഫൈനലി നമ്മുടെ പറവ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് മെസ്സേജിലാണ് ഞാൻ വന്നു നിന്നത്. അതായത് നമ്മുടെ മൂന്നാർ ചൊക്രമുടിക്ക് ഒരു ട്രക്കിങ്. കുറച്ച് കാലമായി ട്രക്കിംഗ് പോയിട്ട് അതിനുള്ള ആരോഗ്യം ഉണ്ടോയെന്ന് അറിയാനും അതുപോലെ തന്നെ ഒന്ന് പോയി നോക്കാം ഉള്ള ഒരു ആവേശത്തിലാണ് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഞാൻ പോയതൊരു സാറ്റർഡേ സൺഡേ ആയിരുന്നു. ആക്ച്വലി മൂന്നാർ പോകുമ്പോൾ ഈ സാറ്റർഡേ സൺഡേ പോക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്. കാരണം ട്രാഫിക് ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ ഞാനൊരു KSRTC പോകാൻ ഉള്ള ആഗ്രഹം കൊണ്ട് നൊസ്റ്റാൾജിയാണല്ലോ മെയിൻ. അപ്പോൾ KSRTCക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ 10:45 അങ്കമാലി വരേണ്ട ബസ് 11:45 എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അങ്കമാലിയിൽ എത്താൻ പറ്റിയില്ല ബ്ലോക്ക് കാരണം. ആൻഡ് ഫൈനലി ഞാൻ വന്ന് കയറിയത് പെരുമ്പാവൂരിൽ നിന്നാണ്. പക്ഷെ ഞാൻ ബുക്ക് ചെയ്ത ബസ്സിനല്ല പോയതും. അപ്പോൾ അതാകെപ്പാട് ഡസ്പായതുകൊണ്ട് എനിക്ക് അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫൈനലി ഞങ്ങൾ മൂന്നാറെത്തി. മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലിക്ക് പോകുന്ന ബസ് നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്യാപ്പ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഗ്യാപ്പ് റോഡ് വഴി പോകുന്ന ഏത് ബസ് വേണമെങ്കിലും നിങ്ങൾക്ക് കയറാം കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളൊരു തമിഴ്നാടുവിൻ്റെ റോഡ് ട്രാൻസ്പോർട്ടിനാണ് പോയത്. ആൻഡ് എത്ര പറഞ്ഞാലും ഉണ്ടല്ലോ മൂന്നാറിന് പകരം വേറൊരു സ്ഥലമില്ല കേട്ടോ, മൂന്നാർ മാത്രം. അപ്പോൾ നമ്മുടെ മൊട്ടക്കുന്നുകളും വ്യൂ ഒക്കെ കണ്ട് കാറ്റൊക്കെ അടിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഗ്യാപ്പ് റോഡിലേക്കുള്ള ജേർണിയിലായിരുന്നു. കുറച്ച് ദൂരം എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ ജേർണിയിൽ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബേസ് ക്യാമ്പിൽ എത്തിയിരുന്നു. ഇപ്പോൾ കാണുന്ന സ്ഥലമാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. ഈ സ്റ്റോപ്പിലാണ് ബസ് ഇറക്കി വിടുക. ഈ ബേസ് ക്യാമ്പിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു റിസോർട്ടിലായിരുന്നു പറവ ടീം ഞങ്ങൾക്ക് സ്റ്റേ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ സ്റ്റേ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ, സ്റ്റേ മാത്രമല്ല ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദ റൂം വാസ് റിയലി ഗുഡ്. 2 പേർക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂമായിരുന്നു. ആൻഡ് വി ഹാഡ് ഫുഡ് ആസ് വെൽ. ഞങ്ങൾ ഫുഡ് പാഴ്സൽ വാങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോഴാണ് നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞത് ഒരു സൺസെറ്റ് വ്യൂവും കൂടി ഉണ്ട്, അപ്പോൾ അത് കാണാൻ നമുക്ക് പോകാമെന്ന്. ഞങ്ങൾ വിചാരിച്ച് തൊട്ടടുത്ത് ഇറങ്ങി നിന്നാൽ ഇപ്പോൾ സൺസെറ്റ് വരുന്ന, പക്ഷേ വിചാരിച്ച പോലെ അല്ല കേട്ടോ കാര്യം. കുറച്ചധികം നടക്കണമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അതൊരു ഐസ് ബ്രേക്കിംഗ് സെഷനും കൂടിയായിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത 10-20 പേര് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 20 പേരെയും ഈ വാക്കിനിടയ്ക്ക് ഞങ്ങൾ പരിചയപ്പെട്ടു. അതുപോലെ ഞങ്ങളെല്ലാവരും ഈ സൺസെറ്റ് കാണാൻ പോയി ഇരുന്നിടത്ത് ശരിക്കും അവിടെ ഇരുന്ന് സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് ദാറ്റ് വ്യൂ വാസ് ലൈക്ക് എന്താ പറയുക, അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ സ്ട്രെസ്സോ ടെൻഷനുകളോ ഒക്കെ റിലീവ് ചെയ്ത് നമ്മൾ വളരെ സന്തോഷമായിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വി ക്രിയേറ്റഡ് മൊമെൻറ്റ്സ്. ഓക്കെ, സോ ഇത് ഈ പറയുന്ന സൺസെറ്റ് കാണാൻ പോയ സ്ഥലമാണ്. നമുക്ക് ക്ലിയറായിട്ട് അത്ര വലിയ സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ, പക്ഷേ എന്നാൽ പോലും വി ക്യാൻ സീ ഒരു ചെറിയൊരു സൺസെറ്റ് കണ്ടു. സൺസെറ്റിനേക്കാൾ അപ്പുറം ആ വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് തന്നെ പോയി. അന്ന് രാത്രിയിൽ നമുക്കൊരു ക്യാമ്പ് ഫെയറും ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൊക്രമുടി പാക്കേജിന് പറവ ചാർജ് ചെയ്യുന്നത് 3000 റുപ്പീസാണ്, ഇൻക്ലൂഡിങ് ദി സ്റ്റേ, ഫുഡ്, അതുപോലെ നമ്മുടെ പാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ID കാർഡ് മാത്രമാണ്. ഞങ്ങളുടെ ഡാൻസൊക്കെ കാണാം. ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ക്യാമ്പ് ഫെയർ ഒക്കെ നടത്തി. ഈ തണുപ്പത്ത് ഒരു രസമായിരുന്നു കേട്ടോ. പൊരിഞ്ഞ ചൂടത്ത് നമ്മൾ നാട്ടിൽ നിന്ന് ഈ തണുപ്പത്ത് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ നല്ല ഇരുട്ടത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി ആകുമ്പോഴാണ് റിപ്പോർട്ടിംഗ് ടൈം. ഞങ്ങളൊരു 5:10 ആയി എല്ലാവരെയും കൂട്ടി വന്നപ്പോഴേക്കും. ഇത് നമ്മുടെ ബേസ് ക്യാമ്പാണ്. ട്രക്കിംഗ് പ്രോഗ്രാമിൻ്റെ ഓഫീസർ അവിടെയാണുള്ളത്. അവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഇതുപോലെ പല ടീമുകളുടെയും പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരുടെയും ID കാർഡുകൾ ചെക്ക് ചെയ്ത് ഓരോ ടീമിൻ്റെയും കൂടെ ഗൈഡും അവർ ആഡ് ചെയ്തിട്ടാണ് നമ്മളെ വിടുക. അവിടെ നമുക്കൊരു കുപ്പി വെള്ളം തരും, അതുപോലെ ബിസ്ക്കറ്റ് തരും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ബേസിക് റിക്വയർമെൻ്റ് ആണ്. ട്രക്കിംഗ് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ലഗേജ് ഒന്നും ക്യാരി ചെയ്യരുത്. ഏറ്റവും മിനിമം ലഗേജിൽ പോവുക. ബാഗിൽ എത്ര കുറച്ച് സാധനം കൊണ്ടുപോകാവോ അതുകൊണ്ട് പോകാൻ നോക്കുക, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ ഞങ്ങൾ ഇരുട്ടത്ത് നടന്ന് അവസാനം വെളിച്ചെത്തി. യു ക്യാൻ സീ എ ഡോഗി വിത്ത് മീ. അവർ നമ്മുടെ കൂടെ വരും കേട്ടോ. എസ്പെഷ്യലി എനിക്ക് അത്യാവശ്യം ഈ ഡോഗീസിനൊക്കെ കുറച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവരെ ഒന്ന് പാമ്പർ ചെയ്യാനൊക്കെ പോയി. അപ്പോൾ പിന്നെ
തന്നെ പുള്ളി എൻ്റെ കൂടെ തന്നെ കൂടി. കുറേ ദൂരം ഞങ്ങൾ ഒരുമിച്ച് നടന്നു. ആൻഡ് യു സോ ദാറ്റ് ടൈനി ലിറ്റിൽ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല രസമാണ് കാണാൻ. പിന്നെ ആ നടപ്പിൽ കുറച്ച് ദൂരം വന്നു കഴിയുമ്പോഴേക്കും ഒരു എന്താ പറയുക, കുറച്ച് ബുഷി ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അത് അവിടെ പോകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണിലൊക്കെ കുത്തിക്കയറാൻ സാധ്യതയുണ്ട് സൈഡിലുള്ള ചെടികൾ. അതുപോലെ കൈയൊക്കെ പോറാൻ സാധ്യതയുണ്ട്. എന്തായാലും ചെറിയ ചെറിയ ഹാമൊക്കെ ഉണ്ടാവും ഇതിനിടയ്ക്കൂടെയുള്ള യാത്രയിൽ. പക്ഷേ അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളത് റിയലി എൻജോയ് ചെയ്തു കേട്ടോ. ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജോബി ചേട്ടനാണ്. ജോബി ചേട്ടൻ ഞങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം ചേട്ടൻ സ്ഥിരമായിട്ട് ട്രക്കിങ്ങിന് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് ഞങ്ങളുടെ കോർഡിനേറ്ററിനെ പോലെ തന്നെ ഞങ്ങളെ ഫ്രണ്ടിൽ നിന്ന് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയത് ജോബി ചേട്ടനാണ് കേട്ടോ. നമുക്ക് യാത്രകളിൽ കിട്ടുന്ന ചില നല്ല നല്ല സുഹൃത്തുക്കൾ. അപ്പോൾ ഇത് നമ്മൾ ആ ഭയങ്കരമായ വെയിലത്താണ് ട്രക്കിംഗ് ചെയ്യുന്നത്. രാവിലെ ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ഇട്ട് ഇറങ്ങിയ ആളുകളാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലത്തേക്ക് എത്തി. എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. കുറേശ്ശെ സിപ്പ് ചെയ്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് അവിടെ എവിടെയും ത്രോ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെ നമ്മളവിടെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ത്രോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ കാടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ആ ബുഷി ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലുള്ള ചെറിയ തിക്കായിട്ടുള്ള സ്റ്റിക്കുകൾ അങ്ങനെയുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് പിന്നെ വരുന്നത്. ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എസ്പെഷ്യലി നമ്മൾ ഒത്തിരി വെയിലത്തൂടെ നടന്ന് വരുമ്പോൾ പിന്നെ കുറച്ച് ഏരിയ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ആൻഡ് കുറച്ചൊരു റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ യാത്രയിലും എൻ്റെ കൂടെ കാണുന്ന ആൾ തന്നെ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എവിടെ പോയാലും അവളും കൂടെ ഉണ്ടാവും. സോ ഷീ വാസ് ഓൾസോ ദെയർ ടു അക്കമ്പനി. പക്ഷെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആളുടെ ഷൂസ്, അത് മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഷൂസ് നമ്മൾ ചിലപ്പോൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. എന്നും യൂസ് ചെയ്യുന്ന ട്രക്കിംഗ് ഷൂ അല്ലാന്നുണ്ടെങ്കിൽ. ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ആ ഷൂ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഷൂ ഒക്കെ കെട്ടിവെച്ച് ഒരു വിധത്തിൽ നമ്മൾ പീക്കിൽ വരെ എത്തി. ദിസ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് നിയർ ദി ചക്രമുടി പീക്ക്. ഇത് ഞങ്ങൾ ലാസ്റ്റ് പാറയും കയറുമ്പോൾ ഉള്ള മൊമെൻ്റാണ്. അതായത് വി കോൺകേർഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അതായത് ഇത്രയും ദൂരം നമ്മൾ പാറകളാണ് കൂടുതലുള്ളത്, വലിഞ്ഞു കയറി നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായിരുന്നൊരു കാര്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്, അതാണ് എല്ലാവരുടെയും മുഖത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇവർ പലരും കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും പല നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട് കേട്ടോ. ഗേൾസ് മാത്രമല്ല, ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കുട്ടികളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. കുട്ടികൾക്കാണ് കേട്ടോ ട്രക്കിംഗ് ഒക്കെ വളരെ എൻജോയ് ചെയ്ത്. അവരാണ് ആദ്യം എത്തിയത്. ഞങ്ങളൊക്കെ പതുക്കെ ഒരു വിധത്തിലാണ് മേലെ എത്തിയത്. പിന്നെ ട്രക്കിംഗ് പോകുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ട്രക്കിംഗ് ബോൾ കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ ക്ലൈംബ് ചെയ്യാനായിട്ട് കേട്ട് നമുക്ക് നല്ല ഈസി ആയിരിക്കും. ഇനി അടുത്ത വരുന്ന ആളാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ അൻഷ. അൻഷയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒപ്പം ഓടിയെത്താൻ അൻഷയ്ക്ക് പറ്റിയില്ല സത്യം പറഞ്ഞ, കോർഡിനേറ്റർ ആണെങ്കിലും. പക്ഷെ സ്ഥിരമായിട്ട് ഇവരുടെ കൂടെ പറവ ടീമിൻ്റെ കൂടെ ട്രക്കിംഗ് പോകുന്ന കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് ഫ്രം ദി ടോപ്പ്. ഇത് ഞങ്ങൾ വലിഞ്ഞു കയറി മേലെ എത്തിയതിന് ശേഷം ടോപ്പിൽ നിന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ടോപ്പിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ കുറച്ച് നാളത്തേക്ക് ഭംഗിയായി മുന്നോട്ടേക്ക് ഓടാനുള്ള എനർജിയും കൊണ്ടാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തിയപ്പോൾ അങ്ങ് കയറിപ്പോയപ്പോൾ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് വെളിച്ചത്ത് വന്നെടുത്തു. ഞങ്ങൾ